ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. നമസ്കാരം. വൈത്താരി കലാകാരന്മാരുടെ വർത്തമാനങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് സദനം ശ്രീഹരി യുവ വാദ്യകലാകാരനാണ്. മറ്റെല്ലാവരെയും പോലെ തന്നെ പ്രാഥമികമായി കൊട്ടുപിടിച്ച് ഗാന്ധി സേവാ സദനത്തിൽ കോഴ്സ് വളരെ വിദഗ്ധകരമായി പൂർത്തിയാക്കിയ ചണ്ടകലാകാരനാണ്. കൊട്ടുപഠിക്കുന്ന ഞാനൊരു നിരീക്ഷണം നടത്തി പറയുകയല്ല. പലതരത്തിൽ നമ്മൾ വാദ്യമേഖലയിലുള്ള കലാകാരന്മാരുണ്ട്. പ്രയത്നം കൊണ്ട് വലുതായവർ, പ്രയത്നവും ഈശ്വരാധീനം കൊണ്ടും വലുതായവർ, ധാരാളം പഠിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് തുടർന്ന് പ്രവർത്തിക്കാൻ പറ്റാതെ നിശ്ചലമായി നിൽക്കുന്ന അവസ്ഥയിലുള്ളവർ ഒട്ടനവധി കലാകാരന്മാരുണ്ട്. ശ്രീഹരിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേഖലയിൽ ധാരാളം പ്രവർത്തിച്ചു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ പോലെ തന്നെ അദ്ദേഹവും അങ്ങനെ ഒരു അവകാശപ്പെടാത്ത ഒരു കലാകാരനാണ്. സൗമ്യശീലനാണ്, സാധുശീലനാണ്, നല്ല ഒരു ഹൃദയം ഒക്കെ ഉള്ള ഒരു കലാകാരനാണ്. കുറച്ച് ഒരു പരിഭ്രമവും ഒക്കെ ഉള്ള ഒരു കലാകാരനാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ കൂടെ എൻ്റെ ആഗ്രഹവും ഒക്കെ പറയുകയാണെങ്കിൽ എല്ലാ കലാകാരന്മാർക്കും ഉയർച്ചയും ഉന്നതിയും ഉണ്ടാവട്ടെ എന്നാണ്. അത്തരത്തിൽ ശ്രീഹരിക്കും തൻ്റെ മേഖലയിൽ ധാരാളം ഉയർച്ച ഇനിയും ഉണ്ടാവട്ടെ. അദ്ദേഹത്തിന് ആ ഉയർച്ച ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സ്വയം പ്രയത്നിക്കാനുള്ള ഒരു താല്പര്യം, അതിൻ്റെ സാഹചര്യം ഒക്കെ വേണ്ടതുണ്ട്. അങ്ങനെ ശ്രീഹരിക്ക് ഇനി തൻ്റെ കൊട്ടിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഏതൊക്കെ മേഖലയിലേക്ക് സാധിക്കുമോ അവിടെയൊക്കെ പോയി അദ്ദേഹത്തിന് കൊട്ടാനുള്ള ആഗ്രഹവും പ്രയത്നിക്കാനുള്ള ശേഷിയും ഉണ്ടാവട്ടെ എന്നാണ് എനിക്ക് ശ്രീഹരിയോടുള്ള എൻ്റെ കാഴ്ചപ്പാട്. നമുക്ക് കൊട്ട് കലാകാരന്മാർ ധാരാളമുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. സൗജന്യമായി തന്നെ പലരും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളിടത്തൊക്കെ പോയി തൻ്റെ കയ്യിലുള്ള ദീർഘകാലം താൻ അഭ്യസിച്ച ആ തൊഴിലിനെ ഇനിയും ഉയർത്തി കൊണ്ടുവരുവാൻ ശ്രീഹരിക്ക് സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇങ്ങനെ ഒരു സംഭാഷണം ഇതുവരെയുള്ള ഒരു ആമുഖത്തിലും പറയുകയുണ്ടായിട്ടില്ല. ശ്രീഹരിക്ക് ഏതെങ്കിലും തരത്തിൽ അത് ഉത്തേജനമുണ്ടാകുവാൻ എൻ്റെ വാക്കുകൾ കാരണമായി എങ്കിൽ ഞാനതിൽ സന്തോഷിക്കുന്നു. എല്ലാവരുടെയും പിന്തുണ ശ്രീഹരിക്ക് ഉണ്ടാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ല ഒരു വാദ്യകലാകാരനായിട്ട്, കഥകളി കൊട്ടുകാരനായിട്ട് അദ്ദേഹം ഉയർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ശ്രീഹരിയുടെ കുട്ടിക്കാലം മുതലുള്ള നാട്ടിലെയും നല്ല ഒരു കലാഗ്രാമത്തിലാണ് കുറുവട്ടൂർ എന്ന കഥകളി കലാകാരന്മാരും വാദ്യകലാകാരന്മാരും നാടൻ കലാകാരന്മാരൊക്കെ നിരവധിയുള്ള ഒരു സ്ഥലത്താണ് ശ്രീഹരിയുടെ ജന്മസ്ഥലം. അവിടെ നിന്ന് ഗാന്ധി സേവാ സദനത്തിൽ പഠിച്ചു. അപ്പോൾ നിരവധി അരങ്ങുകൾ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇനിയും അദ്ദേഹം ഉയർന്നു വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ ആസ്വാദകരുടെയും പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമസ്കാരം ശ്രീഹരി. നമസ്കാരം. ഞാൻ കുറേ കൊട്ടുകലാകാരന്മാരുടെ നമ്മൾ ഇങ്ങനെ അനുഭവങ്ങൾ ചോദിച്ച് അറിഞ്ഞു. അപ്പോൾ ശ്രീഹരിക്കും അതുപോലെ ധാരാളം
പറയാനുള്ള കഥകൾ, അനുഭവങ്ങളുണ്ടാവും. എങ്ങനെയും ഒരു കലാകാരനാവുന്നതിന് ധാരാളം പ്രയത്നങ്ങൾ വേണം, അതിൻ്റെ പിന്തുണ ധാരാളം വേണം. അത്തരത്തിൽ ശ്രീഹരിയുടെ നാട് കുറുവട്ടൂരാണ്, പാലക്കാട് ജില്ലയിൽ ചെർപ്പശ്ശേരിക്കടുത്ത് കുറുവട്ടൂരാണെന്നാണ് എൻ്റെ ഒരു ധാരണ, അല്ലേ? അതെ. അപ്പോൾ അവിടെ ധാരാളം കലാകാരന്മാരും കലകളുള്ളൊരു സ്ഥലമാണ്. എങ്ങനെയാണ് ഈ കൊട്ടിലേക്ക് വന്നത്? വീട്ടിലാരെങ്കിലും വീട്ടിലോ കുടുംബത്തിലോ ആരെങ്കിലും കൊട്ടുകാരുണ്ടായിരുന്നു? സദനത്തിൽ നിന്നാണല്ലോ പഠിച്ചത്. അതെ. അപ്പോൾ സദനത്തിൽ പഠിക്കണതിന് മുമ്പ് മറ്റെന്തെങ്കിലും കൊട്ടുകളോ വേറെ എന്തെങ്കിലും കലകളോ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രാഥമികമായിട്ടുള്ള വിവരം പറഞ്ഞിട്ട് നമുക്ക് ബാക്കി സ്ഥാപനത്തിലേക്ക് പോവാം. അപ്പോൾ നാട് ശരിക്കും എവിടെയാണ്? വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഒന്നും പറഞ്ഞാൽ തരില്ല. നമസ്കാരം, ഞാൻ ശ്രീഹരി, സദനം ശ്രീഹരി. എൻ്റെ വീട് വെള്ളിനേഴി കുറുവട്ടൂർ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്, അമ്മയുടെ പേര് പത്മാവതി. ഞങ്ങൾ 3 മക്കളാണ്. എൻ്റെ മൂത്തത് ചേച്ചി, താഴെ ഞാൻ, എൻ്റെ താഴെ അനിയൻ. ചേച്ചിയുടെ പേരെന്താ? രുക്മിണി. താഴെ ശ്രീകുമാർ. ആ. അയാൾ കലാമണ്ഡലത്തിൽ ചുട്ടി പഠിച്ചതാണ്. കോഴ്സ് കഴിഞ്ഞു. ഇപ്പം ഈ മറ്റേ കോപ്പുപണിയും അങ്ങനെ മറ്റേ ഇവിടെ ലക്കിടി ഒരു കുഞ്ചൻ സ്മാരകം ഇതുണ്ടല്ലോ, അതിൽ മിഴാവിൽ ഈ മറ്റേ മിഴാവില്ല കൂടിയാട്ടത്തിന് ചുട്ടി അണിയലം. അതെ അല്ലേ? അതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. ചേച്ചി വീട്ടിലുണ്ട്? അവരില്ല, കല്യാണം കഴിഞ്ഞ ഒരു വേറെ സ്ഥലത്താണ്. അപ്പം എങ്ങനെയും കുറുവട്ടൂർ ഇപ്പോൾ ആ വീട്ടിലാണ്. പിന്നെ എന്താ രണ്ടാമത്തെ മകനായിട്ട്, അല്ലേ? അതെ. പിന്നെ എൻ്റെ അച്ഛൻ വാദ്യക്കാരനാണ്, ചെണ്ടക്കാരനാണ്. അതെ. അപ്പോൾ നാട്ടിലെ ഈ തായമ്പകം മേള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അച്ഛൻ്റെ പേരെന്താ? രാധാകൃഷ്ണൻ. എന്ത് രാധാകൃഷ്ണൻ എന്ന് അറിയാം? കിഴുപ്പാടത്ത് രാധാകൃഷ്ണൻ. അല്ല, ഞാൻ കൊട്ടുകാരിലിടയ്ക്ക് ചെണ്ടക്കാരൻ രാധാകൃഷ്ണൻ എന്നാണ് പറയുക. രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അറിയും, അല്ലേ? അവിടെ ഒരു പോലത്തെ അറിയും. അപ്പോൾ ഈ മേളത്തായമ്പൊക്കെ അതൊക്കെ അതെ കൂട്ടിയിരുന്നാണ്. ശരി. നാടൻ ശൈലി. മനസ്സിലായി. അപ്പോൾ അച്ഛന് ഒരു ആഗ്രഹമായിരുന്നു എന്നുവെച്ചാൽ കലാമണ്ഡലത്തിൽ ചേർക്കണം എന്ന്. അങ്ങനെ അത് അന്ന് മറ്റേ ഞാൻ 7ാം ക്ലാസ് മുതൽ വെള്ളിനേഴി ഹയർ സെക്കൻഡറി സ്കൂളിൽ ആണ് പഠിച്ചത്. കാരണം എന്നുവെച്ചാൽ എനിക്ക് ചെണ്ട പഠിക്കണമെന്ന് നല്ല മോഹമായിരുന്നു. അപ്പോൾ അന്ന് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാശാൻ അവിടെ അധ്യാപകനാണ്, വെള്ളിനേഴി സ്കൂളിൽ. അതെ. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 5, 6, 7, 8, 9 ക്ലാസ്. 10ാം ക്ലാസ്സിലെത്തിയാൽ പിന്നെ കൂടുതൽ പഠിക്കാനുണ്ടാവില്ല. അപ്പോൾ ആ വിഷയമില്ല. അത് C ഡിവിഷനിലായാൽ മാത്രമേ ഈ ചെണ്ട, മദ്ദളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അന്ന് 7ാം ക്ലാസ് മുതൽ ഞാൻ വെള്ളിനേഴി സ്കൂളിൽ, ഹൈസ്കൂളിൽ ചേർന്നു. അത് ശരി. അവിടെ നിന്ന് 8ാം ക്ലാസ്സിലായപ്പോൾ അരങ്ങേറ്റം മേളം ശങ്കരേട്ടൻ പഠിപ്പിച്ച്, മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ പഠിപ്പിച്ച് അരങ്ങേറ്റം കഴിഞ്ഞു. പിന്നെ അങ്ങനെ അതിൻ്റെ 1-2 യൂത്ത് ഫെസ്റ്റിവലിൽ അങ്ങനെയൊക്കെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ മട്ടന്നൂരാശാൻ്റെ മകൻ ശ്രീരാജ് സ്റ്റേറ്റിൽ കൊട്ടുമ്പോൾ ഞങ്ങളൊക്കെ അന്ന് എൽത്താളം, അന്ന് കുട്ടികൾ തന്നെ വേണം എല്ലാത്തിനും. അപ്പം ഞാൻ എൽത്താളം പിടിക്കാൻ അങ്ങനെ പോയിട്ടുണ്ട് സ്റ്റേറ്റിൽ. എറണാകുളത്തേക്ക് നല്ല ഓർമ്മയാണ്. എറണാകുളത്ത് സ്കൂൾ സ്റ്റേറ്റിൽ അന്ന് ശ്രീരാജിനാണ് ഫസ്റ്റ് ഉണ്ടായത്. അങ്ങനെ ഒരു ഓർമ്മ ഉണ്ട്. ശരി. അപ്പോൾ എന്നിട്ട് 8ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് സദനത്തിലേക്ക് വന്നത്? 10ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ് ഞാൻ തോറ്റുപോയി. ശരി. അപ്പോൾ 10 വരെ പഠിച്ചു, പക്ഷെ 10ൽ തോറ്റു. പിന്നെ അപ്പോൾ ആ വർഷം തന്നെ ഞാനും കലാമണ്ഡലം വേണു ഞങ്ങൾ ക്ലാസ്മേറ്റാണ്. അതെ. അപ്പോൾ അയാളുടെ ഏട്ടനാണ് കലാനിലയം വാസുദേവൻ, വേണുവിൻ്റെ ഏട്ടനാണല്ലോ. അപ്പോൾ അയാളിങ്ങനെ ഇവിടെ കലാമണ്ഡലത്തിൽ ചേരാൻ ഉള്ളൊരു പ്ലാൻ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ മട്ടന്നൂരാശാനായിട്ട് ബന്ധപ്പെട്ടിട്ട്
അപേക്ഷ കൊടുത്ത് അങ്ങനെ ഞാനും ഇവിടെ ഇൻ്റർവ്യൂക്ക് വന്നു, ഞാനും വേണും വന്നു. അത് ശരി. ഞങ്ങൾക്ക് 2 പേർക്കും അന്ന് കിട്ടിയില്ല. വേണുവിനും കിട്ടിയില്ല, എനിക്കും കിട്ടിയില്ല, ശ്രീഹരിക്കും കിട്ടിയില്ല. അതെ. ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ആശാനായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടായില്ല എന്ന് പറയാൻ അറിയില്ല. ആശാനാണെന്ന് എൻ്റെ ഓർമ്മ. അന്ന് അല്ല, അത് ഏത് കാലത്താണ് അപ്പോൾ? അത് 98, 97 എൻ്റെ SLC കഴിഞ്ഞ. അത് ശരി. അപ്പോൾ അത് സോറി, അപ്പോൾ ഒരു വർഷം കൂടി കഴിഞ്ഞിട്ടാവും 98. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും അന്ന് കിട്ടിയില്ല. അപ്പോൾ അന്ന് ചുട്ടി ശിവരാമാശാൻ ഇവിടെ അധ്യാപന കാലം വേണുവിൻ്റെ ഒക്കെ അയൽവാസിയാണല്ലോ ആശാനൊക്കെ. മാങ്ങോട് അങ്ങനെ ഒരു അടുത്തല്ലേ വീട്, മദ്ദളം വേണുവിൻ്റെ. അപ്പോൾ അല്ല, ആശാൻ ഇപ്പോൾ താമസിക്കുന്ന വീടല്ല, ഇപ്പോൾ വേണു താമസിക്കുന്ന ഇവിടെ അടയ്ക്കാപ്പുറത്തുനിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട് അവിടെയാണ്. നേരത്തെ പറഞ്ഞ വേണു എന്ന് പറഞ്ഞത് മദ്ദളം വേണു അല്ലല്ലോ? മദ്ദളം വേണു തന്നെ. നിങ്ങളൊപ്പം ചേർന്ന് അല്ല, ഇന്റർവ്യൂവിന് പോയി എന്ന് പറഞ്ഞത് ചെണ്ട വേണു അല്ലേ? അല്ല മദ്ദളം വേണു. നമ്മുടെ വേണു ശ്രീഹരിയും കൂടിയാണ് ഇന്റർവ്യൂവിന് പോയത്. ഞങ്ങൾ ഇപ്പോൾ ഒരേ ക്ലാസ്സിൽ പഠിച്ചതുമാണ്. അത് ശരി. അയാൾ ചെണ്ട പഠിച്ച് അരങ്ങേറ്റം കഴിഞ്ഞതാണ്. അത് ശരി. അങ്ങനെ പറയൂ, ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടി ചോദിച്ചതാ. അതെ. എന്നിട്ട് രണ്ടാൾക്കും കിട്ടിയില്ല. അപ്പോൾ അയാൾ വേണു ആ സമയത്ത് ആശാൻ ശിവരാമാശാൻ്റെ വീട് അവിടെ അടുത്താണല്ലോ. അപ്പോൾ അവൻ ആ സമയത്ത് മദ്ദളത്തിന് ചേരുകയുണ്ടായി. പിന്നീട് അത് അറിയാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വർഷം ഇത് അല്ല വെറുതെ പോകുമല്ലോ. അത് പിന്നെ അതാണ് അയാൾ അവിടെ ചെണ്ട ലീഗിൽ വേണ്ടില്ല, മദ്ദളത്തിൽ ചേരാന്ന് വേണു പറഞ്ഞു. അതെ. അത് ശ്രീഹരി ഉണ്ടായില്ല. അതുണ്ടായില്ല. ചെണ്ട കിട്ടിയില്ലെങ്കിൽ വേണ്ടെന്ന് വിചാരിച്ചു. അത് ശരി. ഞാൻ ആ സമയത്ത് തന്നെ ഇവിടെ സദനത്തിൽ ചേരുക ചെയ്ത്. ആ കൊല്ലം തന്നെ സദനത്തിൽ ചേർന്നു. അതെ അല്ലേ? അതെ. അപ്പോൾ 98 എന്നിട്ട് സദനത്തിൽ ചേർന്ന് ആ കൊല്ലം കൂടെ ആരാണ്ടായിരുന്നത്? എൻ്റെ ബാച്ചിലോ? ബാച്ചിൽ ചെണ്ടയ്ക്ക് വേറെ ആരും ഉണ്ടായില്ല. മദ്ദളത്തിന് പെരിങ്ങോട്ടിലൊരു ധനീഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഞങ്ങളെ ചെണ്ടയ്ക്ക് ഞാൻ മാത്രമല്ലാണ്. സീനിയറായിട്ടോ? സീനിയറായിട്ട് ആ വടകര വിഭാഗത്തിൽ സീനിയറായിട്ട് വേറെ ഒരു വർഷം സീനിയറാണ് മറ്റേ വടകരയുള്ള സുരേഷ്, ബാബുട്ടൻ എന്ന് പറയില്ലേ, രാജേഷും സുരേഷൊക്കെ ഇല്ലേ, അതിലത്തെ സുരേഷ്. അത് ശരി. എൻ്റെ ഒരു കൊല്ലം സീനിയറാണ്. അപ്പോൾ പിന്നെ 4 കൊല്ലം അവിടെ പഠിച്ചു. അരങ്ങേറ്റം കഴിഞ്ഞ കൊല്ലം ഓർമ്മ ഉണ്ടോ? അതായത് 98 2000 എന്താ സദനം ഡേക്ക് ഉണ്ടായിരുന്നു. വിദ്യാരംഭത്തിനല്ല, നവംബർ 7 സദനം ഡേ ആണല്ലോ. ആ ദിവസം ഉണ്ടായിരുന്നെ. സാധാരണ മറ്റേ വിദ്യാരംഭത്തിന് ഉണ്ടാവര്. കൊല്ലം ഓർമ്മയില്ല. കൊല്ലം അത് കറക്റ്റായിട്ട് പുറപ്പാട് മേളപ്പതല്ലേ കുട്ടിയുടെ അല്ലേ? അതെ. അന്ന് ആശാന്മാരായിട്ട് ആരാണ് ചെണ്ടയുടെ ആശാന്മാർ? സദനം ഗോപാല ആശാനും സദനം രാമകൃഷ്ണ ആശാനും. പുറപ്പാടും മേളപ്പതും അതെ അരങ്ങേറി. ഒറ്റയ്ക്കാണോ ഡബിളാണോ ഉണ്ടായിരുന്നു? ഒറ്റയ്ക്ക് അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞ് അരങ്ങേറ്റം കഴിഞ്ഞ് പിന്നെ കഥയ്ക്ക് എപ്പോഴെങ്കിലും കുട്ടിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും വേഷത്തിന് കുട്ടിയതായിട്ടോ ഓർമ്മ ഉണ്ടോ? നമ്മൾ പഠിക്കുന്ന കാലത്ത് അന്ന് ഈ ട്രൂപ്പ് കളിയൊക്കെ അങ്ങനെയൊക്കെ അതല്ലേ ഉണ്ടോ അവിടെ? ഈ പുറപ്പാട് കേളി അങ്ങനത്തെ അത്രേ പോയിട്ടുണ്ടാവുള്ളൂ അല്ലേ? ഈ പഠിക്കുന്ന കാലത്ത് പുറപ്പാടും മേളപ്പതും കുട്ടിയതായിട്ട് ഓർമ്മ ഉണ്ടോ? പഠിക്കണ ഉണ്ടാവില്ല. ഡബിൾ ആരെങ്കിലും കൂടെ കുട്ടിയുണ്ടോ? കുട്ടിയുണ്ട്. 2 തവണ രാമകൃഷ്ണാശാന്റെ കൂടെ പുറത്ത് കളിക്ക്. അതെ. ഒരു തവണ ചെമ്പടപ്പെട്ട് അതൊക്കെ തന്നെ ഉണ്ടായുള്ളൂ. അപ്പോൾ 4 കൊല്ലം അവിടെ കോഴ്സ് ഉണ്ടായി അല്ലേ? എന്നിട്ട് പുറത്ത് കളികൾക്കോ പോലോ അല്ലെങ്കിൽ തായമ്പോ പഠിപ്പിക്കലോ അങ്ങനെ എന്തെങ്കിലും പിന്നെ തുടർന്ന് എന്തേണ്ടായത്? പുറത്ത് അത്യാവശ്യം കളികൾക്കൊക്കെ അന്ന് പോയിട്ടൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുറച്ചു നേരം മാർഗിയിൽ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ. 2 വർഷം 2 മാസം എന്നാണ് എൻ്റെ. ശരി. അതെ. പുതിയ അറിവാണ്. അത് ആശയം എന്താ വെച്ചാൽ മാർഗിലെ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ വീട് വെച്ചാൽ ഒരു തോടിൻ്റെ അപ്പുറം ഞങ്ങളുടെ വീട്. അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ഏതായാലും ഒരു 2002 2003 കാലത്ത് അല്ലെങ്കിൽ 2005 2002 കോഴ്സ് കഴിഞ്ഞത്. 2003 2003 2004 അങ്ങനെ
ആയിരിക്കും അല്ലേ? അവിടെ 2 വർഷം ഒരു 2 മാസം അത് ടെമ്പററി പോസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അവിടെ ഉള്ളായിരുന്ന കാലത്ത് പിന്നെ കഥകളിക്കോ കൊട്ടാൻ പോയിരുന്നോ? നമ്മൾ ഈ വടക്ക് നാട്ടിൽ നിന്ന് ചെന്നവരല്ലേ, അപ്പോൾ അവിടെ വെച്ച് നമ്മളെ അധികം ആൾക്കാരൊന്നും അവിടെ അറിയില്ല. മാർഗിയുടെ ട്രൂപ്പിന്റെ കൂടെ വല്ലപ്പോഴും അല്ലേ? പിന്നെ അവിടുത്തെ പുറപ്പാട് തന്നെയാണ് വ്യത്യാസമുണ്ട്. തെക്കൻ പുറപ്പാട് അതന്നെ പഠിച്ചെടുക്കാൻ കുറച്ച് തെക്കൻ ശൈലിയിലുള്ള പുറപ്പാട് അത് ഇവിടുന്ന് പഠിച്ചിരുന്നില്ല. സദനത്തിൽ അത് പഠിക്കാൻ പറ്റില്ല അല്ലേ? ഇല്ല. അപ്പോൾ 2 കൊല്ലം അവിടെ നിന്നു എന്ന് തന്നെ പറയാം. അതെ, 2 കൊല്ലം 2 മാസം. 2 മാസം. പിന്നെ വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരികയത്. അതെന്താ വെച്ചാൽ ഈ ആശയം ടെമ്പററി പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ 15 ദിവസം. അത് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇട്ടിച്ച് വിടും. പിന്നെ അടുത്ത 15 ദിവസം കഴിഞ്ഞിട്ടാണ് അങ്ങനെയാണല്ലേ ടെമ്പററിക്കാർക്ക് ഉണ്ട്. പിന്നെ മാത്രമല്ല ഈ മാസത്തിൽ 2 കളി വയ്ക്കും, മാസക്കളി വയ്ക്കുമല്ലോ. അപ്പം നമ്മൾ 2 ദിവസം അവിടെ വേണം. അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് ബുദ്ധിമുട്ടായി തുടങ്ങിയതിനർത്ഥം. പോക്കുവരവും കളിയും എല്ലാം കൂടി വെച്ചാൽ വീട്ടിലേക്ക് എന്തെങ്കിലും പൈസ അതെ 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 കൊടുക്കണേ. അപ്പോൾ പിന്നെ ഈ വീട്ടുകാരായിരുന്നു അങ്ങോട്ട് അങ്ങനെ ഒരു ഇതായത്. അപ്പോഴേക്ക് അച്ഛൻ പിന്നെ പരിപാടിക്ക് പോകാൻ പറ്റാണ്ടേ ഉണ്ടാവും. അതെ അതെ അല്ലേ? അച്ഛൻ ഇപ്പോൾ പരിപാടിക്ക് പോകണില്ലല്ലോ. ഇപ്പം അടുത്ത് ആ അമ്പലത്തിൽ അങ്ങനെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. 10-75 വയസ്സായല്ലോ. അപ്പോൾ മാർഗയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോൾ പിന്നെന്താ ഉണ്ടായത് ശരിക്ക്? പിന്നപ്പോൾ എന്താ വെച്ചാൽ ഈ ഇവിടുന്ന് മാർഗിയിൽ പോയി പറഞ്ഞപ്പോൾ നാട്ടിലെ പൊതു ആൾക്കാരൊക്കെ നമ്മുടെ പരിപാടിക്ക് വിളിക്കുന്ന ആൾക്കാരും അയാൾക്കൊക്കെ അവിടെ ജോലി കിട്ടി, ഇനിയിപ്പോൾ അയാൾ നമ്മളെ സ്ഥിരമായിട്ട് എന്തെങ്കിലും പരിപാടിക്ക് വിളിക്കണമാവും. വലിയ പരിപാടി ഒന്നും ഇല്ലാച്ചാലും ഈ കളിക്കോ അത്യാവശ്യം കളിക്കൊക്കെ എന്നൊക്കെ പോയിരുന്നു. അപ്പോൾ അയാൾക്കൊക്കെ അവിടെ ജോലി കിട്ടി, ഇനിയിപ്പോൾ അയാളൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അവിടെ ഉണ്ടായില്ല ഇവിടെ ഉണ്ടായില്ല എന്നർത്ഥം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കുറച്ചൊക്കെ സെറ്റപ്പായി അങ്ങനെ അതായപ്പോൾ ഒക്കെ വെച്ചാൽ കഥകളിക്കൊട്ടിനൊക്കെ ഒരു പ്രത്യേക താല്പര്യമാണ്. പിന്നെ തായമ്പയ്ക്ക് താല്പര്യമില്ലെന്ന് അങ്ങനെയല്ല, അത് ചെറുപ്പമാനായിരുന്നു ഭയങ്കര. ഇപ്പോൾ ആശാനെ പോലുള്ള ആൾക്കാരൊക്കെ കൊട്ടിന് കാണുമ്പോഴൊക്കെ ഉണ്ണിശാസനൊക്കെ കൊട്ടിന് സാധാരണത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെ ഞാൻ ഒരു തവണ ഗോപിയാശൻ്റെ 4-ാം ദിവസം ഉണ്ടായിട്ടേ ഞാനാണ് ഇടയ്ക്ക് വായിക്കാൻ വന്നത്. വെച്ചാൽ എനിക്ക് ഭയങ്കര പേടി, എന്താണെന്ന് അറിയില്ലല്ലോ, നമുക്ക് ഈ അരങ്ങിനെ കുറിച്ചിട്ടുള്ള ധാരണയൊന്നും അത്ര ഇല്ല. അല്ല അതൊരു അനുഭവം ഉണ്ടായി. പിന്നെ ഉണ്ണിശാശ കൊട്ടുന്ന രംഗത്ത് ഞാൻ അവിടെ ഒരു പുറപ്പാട് കൊട്ടിയിട്ടുണ്ട്. അത് അരങ്ങേറ്റം കഴിഞ്ഞിട്ട് ആ കൊല്ലം തന്നെ. അതൊരു വലിയൊരു ഭാഗ്യമാണ്. എങ്ങനെയെങ്കിലും പിന്നീട് നാട്ടിൽ അല്ലെങ്കിൽ മാർഗിയിലത്തെ ശേഷം നാട്ടിൽ വന്നിട്ട് കുറച്ച് പരിപാടികൾക്ക് പോയി എന്ന് പറയാം അല്ലേ? അത്യാവശ്യം ഇങ്ങനെ ആ ഭാഗത്തൊക്കെ അത്യാവശ്യം കഥകളി. ഇപ്പോൾ ശരിക്കും മേളവും തായമ്പയും അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, കൊട്ടുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ നിലവിലത്തെ എന്താണ് ചെയ്യണത്? കഥകളിക്ക് കൊട്ടുന്നുണ്ടോ? കഥകളിക്ക് കൊട്ടുന്നുണ്ട്, മേളം തായമ്പ അത്യാവശ്യം പഞ്ചവാദ്യത്തിന് ഇങ്ങനെ ഇടയ്ക്ക. അതെ, കുറേശ്ശെ ഞാൻ ആ തിരുവാരൂർ ശിവേട്ടൻ്റെ അടുത്ത് പോയിട്ട് അപ്പോൾ ചെപ്പശ്ശേരിലാണ് താമസിക്കുന്നത്. അതെ അതെ. അപ്പോൾ അവിടെ പോയിട്ട് കുറേശ്ശെ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ അല്ല വലിയ എൻ്റെ ആധികാരികമായിട്ട് അരങ്ങനൊന്നും ഇല്ല, കുറച്ച് ഈ പഞ്ചവാദ്യത്തിന് കൊട്ടാനുള്ള അത് ഉണ്ടാവണം, നല്ലതാണല്ലോ. നമ്മളതിന് ഇത് എപ്പോഴും ഇതിൻ്റെ പിന്നാലെ ഉണ്ടാവുക തന്നെയാണ് നല്ലത്. ഉപകരണത്തിൻ്റെ പിന്നാലെ ഉണ്ടായാലേ നമുക്കത് ഉപകരണവും നമുക്കൊപ്പം വരുള്ളൂ. കഥകളിക്കൊട്ടിന് ആശാൻ എനിക്ക് ഇപ്പോഴും താല്പര്യം തന്നെയാണ്. തായമ്പേക്കാൾ ഉപരി അങ്ങനെയല്ല, അതൊരു പ്രത്യേക ഇഷ്ടമാണ് അതിനെ കൊണ്ട്. പക്ഷെ എന്താ വെച്ചപ്പോൾ ഈ പഠിച്ചിറങ്ങുന്ന പിള്ളേരും അല്ല കലാമണ്ഡലത്തിൽ നിന്ന് എത്ര പിള്ളേർ പഠിച്ചിറങ്ങുന്നുണ്ട്. അവരൊക്കെ ഫാസ്റ്റാണ് ഇപ്പോൾ. അതെ അതെ. അല്ല നല്ല മിടുക്കന്മാരെന്ന് കലാമണ്ഡലത്തിൽ തന്നെ പഠിച്ചിറങ്ങുന്നുണ്ട്. അത് ഉണ്ണിശാസനെ പോലുള്ള ആൾക്കാർ ഗുരുനാഥന്മാരുടെ അത് നമുക്ക് ഞാനൊക്കെ അടിവരായിട്ട് പറയത്. അല്ലേ, നീ എന്ത് വിചാരിച്ചിട്ട് നമ്മുടെ ഉള്ളിലുള്ള പ്രവൃത്തികൾ ഇല്ലാണ്ടേക്കണ്ട. അത് നമ്മളത് പരമാവധി മുന്നോട്ട് പോകും. അതായത് മേള ആയാലും തായമ്പകയിലും കഥകളിക്കൊട്ടായാലും എന്തായാലും നമുക്ക് അവസരങ്ങൾ ഉണ്ടാവണം. അതിന്നാണ് നമ്മൾ തെറ്റുകൾ വന്നിട്ട് അതിന്ന് നമുക്ക് ശരി ആക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നല്ലോ അല്ലേ? അതെ അതെ. കുറച്ചൊന്ന് മാറി നിൽക്കാനോ അല്ലെങ്കിൽ അങ്ങനെ. അതെ, അതെന്തോ ഇപ്പോൾ ആശാനെ പോലുള്ള ആൾക്കാരുടെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊരു വലിയൊരു 8-9 ദിവസത്തെ ICU കിടന്നിരിക്കുന്നു. പലരും വാദ്യക്കാരനെ പലരും കാണാൻ വന്നിട്ട്
ഒരു മണിക്കൂർ നേരെയൊക്കെയല്ലേ ഇതിപ്പോൾ ഈ ഐസ്. പലരും അവിടെ വന്നിട്ട് കണ്ട് സംസാരിച്ച് നിൽക്കത് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. അത് എന്താ വലിയൊരു മഹാമാരിന്ന് ഇങ്ങടെ എങ്ങനെയൊക്കെ. അതെ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ടോ ആരെങ്കിലും? പഠിപ്പിക്കൽ ഇവിടെ കരിമ്പുഴ അമ്പലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഒരു അവരെയൊക്കെ അരങ്ങരങ്ങായിട്ട് ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. അതെ, ഒരു 10-12 പേര് അവിടെ പഠിക്കണ്ടായി. ഒരു 9 പേരെയാണ് ലാസ്റ്റ് ആയുള്ളൂ. അത് ശരി. അവർ അരങ്ങേറ്റം കഴിഞ്ഞു. അവിടെ ആഴ്ചയിൽ ഞായറാഴ്ച ഒരു ദിവസം ഇനി ക്ലാസ് കിട്ടുക. ഒരാഴ്ചയിൽ ഒരു ക്ലാസ് കൊണ്ടൊന്നും ഇപ്പോൾ അതൊന്നും ആവുന്നില്ല. ഒന്നും ആവില്ല. 3-4 കാലം മുതൽ 3-4-5 കാലം പഠിപ്പിച്ചവർ നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കാൻ തുടങ്ങിയാൽ തന്നെ പുലർച്ചെ 4-4:30 സാധകം, അത് കഴിഞ്ഞ് പകൽ ക്ലാസ്, ഉച്ചയ്ക്ക് വെള്ളിയാട്ടം, രാത്രി ക്ലാസ് എന്നൊക്കെ പറയണതാണ് നമ്മൾ. എന്നിട്ടാണ് ഞായറാഴ്ച ഒരു മണിക്കൂർ പഠിപ്പിക്കുന്നത്. എങ്ങനെയും ഇപ്പോൾ കഥകളിയോടുള്ള താല്പര്യം പല സ്ഥലത്ത് നമുക്ക് ഈ കഥകളി ഗ്രാമമോ അല്ലെങ്കിൽ കലാഗ്രാമമോ ഒക്കെ കൊണ്ട് ചൊല്ലിയാട്ടങ്ങളോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പങ്കെടുക്കാൻ നോക്കുക. അതൊക്കെയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്. വെള്ളിനിപ്പോൾ സത്യം പറഞ്ഞാൽ ആശാനിപ്പോൾ പറയാനറിയില്ലോ. പക്ഷെ അവിടെ അങ്ങനെ ഒരു സംഭവമൊന്നും ഇപ്പം കലാഗ്രാമം എന്നുള്ളൊരു സംഭവം അവിടെ ഉണ്ടാക്കി എന്നല്ലാണ്ട് ഞാൻ പറയാതെ തന്നെ ആശാന് അറിയേണ്ടത്. അങ്ങനെ ഒരു സംഭവം ഇപ്പം എന്നെ പോലുള്ള അതിനുള്ള പ്രവർത്തനങ്ങളൊന്നും അവിടെ നടക്കണില്ല അല്ലേ? അവിടെ അതെ അതെ. പക്ഷെ ഞാൻ ഇപ്പോൾ ഒരു ഇതുണ്ടായിട്ട് അങ്ങനെ പറയല്ല. അല്ല, മനസ്സിലായി. അപ്പോൾ ഏകദേശം എത്ര കൊല്ലമായി ഇപ്പോൾ പിന്നെ ഈ കലയിലേക്ക് വന്നിട്ട്? 90. ഞാനിപ്പോൾ 7ാം ക്ലാസ് മുതൽ ഇത് 7ാം ക്ലാസ് മുതൽ പഠിക്കാൻ തുടങ്ങിയല്ലോ. അപ്പോൾ 10-25 20 23 24 വർഷം അല്ലേ? അതെ. കലാകാരനെ സംബന്ധിച്ചോളം വളരെ അധികം വർഷം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് ആകാവുന്ന. പിന്നെ അത് പറയാൻ പറഞ്ഞു വിട്ടുപോയി. മറ്റേ 4 കൊല്ലം കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ സ്കോളർഷിപ്പിന് അപേക്ഷിച്ചു. അത് എനിക്ക് കിട്ടുന്നുണ്ടായിട്ടുണ്ട്. കിട്ടിയാ? അത് ശരി. അത് ഈ ഫെലോഷിപ്പിന് അപേക്ഷിച്ചില്ലേ? അപ്പോൾ ഇല്ല, അത് ഈ വജ്ര ജൂബിലി ഫെലോഷിപ്പിന് അപേക്ഷിക്കാൻ പറ്റില്ല. അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് എന്താ ഇതിൽ കാണുന്നത് എറർന്നാ കാണിക്കുന്നത് സംഭവം. അതെ. അതെന്താണ്? 2 തവണ ഞാൻ അപേക്ഷിച്ചു. ഡേറ്റ് ഓഫ് ബർത്ത് കഴിച്ചിട്ടാണോ? ഞാനും അപേക്ഷിച്ച് കഴിഞ്ഞതിൻ്റെ പിറ്റത്തെ കൊല്ലത്തപ്പോൾ എൻ്റെ ജയപ്രസാദ് അവരൊക്കെ അപേക്ഷിച്ചു. അവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് കിട്ടി. ഏജ് ഓവറായിട്ട് എന്തോ അറിയില്ല. അത് ഏജ് ഓവറാണെങ്കിൽ ഇപ്പോൾ അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ? അല്ല, അയാൾക്ക് ഏതായാലും ഇതിനെക്കാട്ടിലും തന്നെയാണ്. അത് ശരി. അല്ല, എങ്ങനെയും നമുക്ക് ഇതിനോട് മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെയും അതിനുള്ള പിന്തുണ നമുക്ക് കുടുംബം എങ്ങനെയാണ്? ഭാര്യ, കുട്ടികൾ? ഒരു മകളാണ് എനിക്ക്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരു മകള്. മകൾ. എന്താ പേര്? ശ്രീനന്ദ. ശ്രീനന്ദ. 2ാം ക്ലാസ്സിൽ പഠിക്കണം അല്ലേ? അത് ഏത് സ്കൂളിലാണ്? കുറ്റാനശ്ശേരി എന്ന് പറയും. കുറ്റാനശ്ശേരി സ്കൂളിൽ അല്ലേ? ആശാൻ അന്ന് മട്ടൻ വേഷൻ്റെ ഒരു മേളത്തിനെ അവിടെ വന്നിട്ട് ഞാൻ ആശാനോട് സംസാരിച്ചിട്ടുണ്ട്. ആശാൻ ചോദിച്ചു എവിടെ വീടെന്ന് ചോദിച്ചു. ആശാന ഓർമ്മ ഉണ്ടാവില്ല. വൈഫ് എന്താ ചെയ്യണ? വൈഫ് എൻ്റെ ഇപ്പോൾ ഈ പഞ്ചായത്തിൽ ജോലി എന്ന് പറയാൻ പറ്റില്ല ആശാൻ. ഈ മറ്റേതില്ലോ നമ്മുടെ ഈ ഹരിതകർമ്മസേന. വീട്ടിൽ വെറുതെ ഇരിക്കണ്ടല്ലോ. അതെ. അവരുടെ പേരെന്താ? ശ്രീലക്ഷ്മി. അവരുടെ വീട് എവിടെയാ? എലുമ്പലാശ്ശേരി. അമ്പലത്തിൻ്റെ അടുത്ത്. നാലുശ്ശേരിക്കാവിൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത്. എങ്ങനെയും സ്ഥിരതാമസം കുറുട്ടൂരിനെ അല്ലേ? പിന്നെ ഞാനിപ്പോൾ വേറെ വീടൊക്കെ വെച്ചു. അതെ. അതിന് വലിയ കുഴപ്പമില്ലാണ്ടങ്ങനെ. അതെ. എല്ലാ പണിയൊന്നും അതിൻ്റെ കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ. ഈ കൊട്ടുകൊണ്ട് കേരളത്തിന് പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഒരു തവണ പോയിട്ടുണ്ട്. എവിടെ പോയിട്ടില്ല? പോയിട്ടുണ്ട്. അതെവിടെയാ? അത് അമേരിക്കയിൽ പോയിട്ടുണ്ട്. അതെന്തായിട്ടാണ്? കഥകളിക്കൊട്ടാണോ അതോ? കഥകളിക്കൊട്ട് തന്നെ പോയിട്ടുണ്ട്. അതെ. നന്നായി. കഥകളിക്കൊട്ട് കൊണ്ട് അമേരിക്കയിൽ പോയി എന്ന് പറഞ്ഞാൽ ആശാനോടെ തുറന്നു പറഞ്ഞാൽ തന്നെ ഞാൻ ഇപ്പോൾ പാസ്പോർട്ടൊക്കെ എടുത്തു. പക്ഷേ ഈ കഥകളിക്കോട്ടൊന്നും അല്ല ഇതിന് തന്നെ പോകുന്നല്ലോ. അമേരിക്കയ്ക്ക് പോയിട്ടുണ്ട്. എത്ര ദിവസം ഉണ്ടായിരുന്നു? അത് ഒരു 8-10 ദിവസം അത്ര തന്നെ ഉള്ളൂ. അതെ.
എന്തൊക്കെ കഥയാണ് അവിടെ അവതരിപ്പിച്ചിരുന്നത്? അവിടെ നരകാസുരതം ജയന്തനുള്ളതി ആ ആ അതന്നെ ഉള്ളൂ. ആ ഒരു കഷ്ടിയിൽ 1 മണിക്കൂർ കഷ്ടി പറഞ്ഞേ ഉള്ളൂ. ആരാ കൊണ്ടായിരുന്നത്? അത് രാമകൃഷ്ണാശൻ പോകേണ്ട പരിപാടിയാണത്. ആ അത് ബാലകൃഷ്ണാശൻ്റെ ഒരു ശിഷ്യാണ്, എന്താ പ്രബൽ ഗുപ്ത എന്ന് പറഞ്ഞിട്ടൊരു ഗുപ്തജി എന്ന് പറയും. ഓ ആ അവരിപ്പോൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ അവരുടെ പരിപാടിയാണത്. അപ്പോൾ രാമകൃഷ്ണാശൻ അത്ര സ്ഥിരം ഇത് പോയിക്കൊണ്ടിരുന്നത്. ആൾക്കെന്തോ വേറെന്തോ ഒരു യാത്ര ഇവിടെ എന്തോ ഇത് വന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ ജിതിനെ, അപ്പോൾ ജിതിനും അതേമാതിരി വേറെന്തോ ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടി ഇതൊക്കെ ഇതാക്കി. അത് നന്നായി. തട്ടി തിരിഞ്ഞ് എങ്ങനെ ശ്രീഹരിക്ക് പോകാൻ പറ്റില്ല. വേറൊരാൾ അനിലിനെ സദനത്തിൽ വിളിച്ച അനിലിനെ അവൻ പറഞ്ഞത് തായമ്പക മേളോ പഞ്ചവാദ്യം നിലച്ചാൽ പോയത് കഥകളിക്ക് കൊടുത്ത് അവൻ ടച്ച് കിട്ടണു. അതുകൊണ്ട് ആശാഞ്ഞ് എനിക്ക് മോഹൻലാലിൻ്റെ വർഷത്തിനാകുമ്പോൾ അത് ശരിയാവില്ല. എങ്ങനെയും നന്നായി. അപ്പോൾ ഒരു വിദേശയാത്ര എങ്ങനെയും അമേരിക്കയിലേക്ക് തന്നെ പോകാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ, എന്നെ സംബന്ധിച്ച് ആശാൻ അത് വലിയ കാര്യം തന്നെ. അത് അതെ 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 ഈ തന്നെ അതായത് ഈ തൊഴിലോട്ട് തന്നെ പോയല്ലോ. അതെ 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 തീർച്ചയായിട്ടും. അപ്പോൾ സ്വസ്ഥമായിട്ട് കുടുംബമൊക്കെ ആയിട്ട് കുറുവട്ടൂരിൽ തന്നെ കഴിയണു. അതെ അതെ അല്ലേ? അപ്പോൾ എങ്ങനെയും ശ്രീഹരി ഇത്രയേരം നമ്മളോട് സംസാരിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് കലയിൽ വളർച്ച പലതരത്തിലുള്ള കലാകാരന്മാരുണ്ട്. ധാരാളം പ്രയത്നങ്ങൾ ചെയ്തിട്ടാണ് നമ്മളെങ്ങനെയും പിന്തിരിയാതെ നമ്മളെടുത്തൊരു കല നന്നായിട്ടുള്ളതുണ്ട്. അതെ, അതിനു വേണ്ടി നമ്മൾ പ്രയത്നിച്ച് അതിൽ ഇനിയും പിള്ളതിനേക്കാൾ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇത്ര നേരം സംസാരിച്ചതിൽ വളരെയധികം സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്യണം കേട്ടോ. ഓക്കെ. ഈ കളിമേള സഞ്ചാരം എന്നുള്ള ഈ പരിപാടിക്ക് കലാമണ്ഡലം ഉണ്ണീഷാശാൻ എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് സന്തോഷം പറയേണ്ടതെന്ന് എനിക്കറിയില്ല.